യൂട്യൂബിന്റെ അലോഗരിതം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ മലയാളികൾ അന്വേഷിക്കുന്നത് കേരളത്തിൽ നിന്ന് എന്ത് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് എന്ത് ഉൽപ്പന്നമാണ് കയറ്റുമതി ചെയ്യാൻ കഴിയുക എന്നതാണ് ചോദ്യം. അതിനോടൊപ്പം തന്നെ എന്നെ ഫോണിലൂടെ ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരിൽ അധികം പേര് ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ഉൽപ്പന്നമാണ് നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുക എന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, അഥവാ ഞാൻ പറയുകയാണ്, കേരളമാണ് ഇന്ത്യയിലെ കയറ്റുമതിക്ക് അനുയോജ്യമായ ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും അത് വിശ്വസിക്കില്ല. നിങ്ങളിൽ പലരും അത് തള്ളിക്കളയും, തമാശയാണെന്ന് പറയും. എന്നാൽ കേരളമാണ് അനുയോജ്യമായ സംസ്ഥാനം എന്നതാണ് പരമമായ സത്യം. പുരാതന കാലം മുതൽ മുൻ പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്പൈസ് റൂട്ട് എന്ന പേരിൽ ഇന്ത്യയിലേക്ക് ജനങ്ങൾ, കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങുന്നതിനായി, കയറ്റുമതി ചെയ്യുന്നതിനായി എത്തിയിരുന്നു. അവർ വാങ്ങിയത് കൂടുതലും സ്പൈസസ് ആണ്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് സ്പൈസസ് ആണ്, സുഗന്ധവ്യഞ്ജനങ്ങൾ. സുഗന്ധവ്യഞ്ജനങ്ങളിൽ അധികവും ഉൽപ്പാദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വില കൂടിയ എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് അറബികൾ എത്തിയത്, വാണിജ്യത്തിനായി എത്തിയത് എന്ന് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്തുമാത്രം കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സംഭവിക്കുന്നത് എന്താ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വമ്പൻ കമ്പനികൾ കേരളത്തിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി വലിയ ലാഭത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് പണം നേടുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള കയറ്റുമതിക്കാരുടെ എണ്ണം വളരെ കുറവായിത്തീരുന്നു എന്നതാണ് സത്യം. ഇതിൽ പരമപ്രധാനമായി ഓരോ സംരംഭകനും, ഓരോ കയറ്റുമതിക്കാരനും അവർക്ക് കച്ചവടം നടത്തേണ്ട ഉൽപ്പന്നങ്ങൾ സ്വയം തന്നെ തിരഞ്ഞെടുക്കണം എന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് ഉള്ള പ്രാഥമികമായി അതിനുള്ള ശ്രമം സംരംഭകൻ തന്നെ എടുക്കേണ്ടതാണ്. പക്ഷേ കേരളം എന്ന സംസ്ഥാനം, നമ്മൾ മലയാളത്തിൽ ഈ കോഴ്സ് നടത്തുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിൽ നിന്നും കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെ ലഭ്യമാണ്, എന്തൊക്കെയാണ് നല്ല ലാഭത്തിൽ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി കേരളമാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതിക്ക് അനുയോജ്യമായ, ഈ കച്ചവടത്തിന് അനുയോജ്യമായ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞതിനുള്ള കാരണം വ്യക്തമാക്കാം. കേരളത്തിൽ നിന്നും, കേരളത്തിന്റെ ആകെ ജനസംഖ്യ ഞാൻ മനസ്സിലാക്കുന്നത് 3.6 കോടി ജനങ്ങളാണ്. ഈ 3.6 കോടി ജനങ്ങളിൽ 50, 60, 70 ലക്ഷം ജനങ്ങൾ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ് ജീവിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന പല രാജ്യങ്ങളിലും മലയാളികളുടെ ഭൂരിപക്ഷം തന്നെ നമുക്ക് കാണാം. ഞാൻ ആദ്യമായി സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ അറബികളുമായിട്ട് ഉള്ള സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല് അവിടെ മുഴുവൻ മലയാളികളാണ്, റോഡിൽ മുഴുവൻ മലയാളികളാണ്. അത്തരത്തിൽ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾ കേരളത്തിന് അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ ആവശ്യമുള്ള വസ്തുക്കളാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുളി മുട്ടായി മുതൽ തുടങ്ങി തേങ്ങ അടക്കം എല്ലാ സാധനങ്ങളും, മലയാളി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ വിദേശത്തുള്ള ഏതൊരു മാർക്കറ്റിലും അതിനുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനങ്ങളെല്ലാം, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയും. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയും. അതിന് വലിയൊരു മാർക്കറ്റ് കിട്ടും എന്നതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ജനറൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും
മലയാളികൾക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നറിയാൻ കഴിയുന്നത് വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി സംസാരിക്കേണ്ടത് ഇവിടെ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്, അവരുടെ കയറ്റുമതിക്കുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട്. എന്തുകൊണ്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കാനായി പലരും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള മലയാളികൾ കേരളത്തിലെ കാർഷിക സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ കൃഷി നശിച്ചു പോകുന്നതിനെ കുറിച്ചും വലിയ സറ്റാറിക്കലായിട്ടുള്ള തമാശകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ കൃഷിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് കേരളത്തിനകത്ത് നടക്കുന്ന കൃഷിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുകയും ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ ആന്ധ്ര, തമിഴ്നാട്, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ കൃഷിയുമായി നമ്മുടെ സംസ്ഥാനത്തെ കൃഷിയെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. രാപകലില്ലാതെ പണിയെടുക്കുന്ന കർഷകരെ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടില് നാച്ചുറൽ ആയിട്ടുള്ള മഴയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇറിഗേഷൻ അവൈലബിലിറ്റി വളരെ കുറവാണ്. അത് കാരണം തന്നെ അവിടെ കൃഷിപ്പണി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ മറ്റു സംസ്ഥാനങ്ങളെല്ലാം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതൊരു നീണ്ട വീഡിയോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടില് വളരെ രാത്രി മുഴുവൻ അല്ലെങ്കിൽ പകല് മുഴുവൻ വെയിലത്ത് കഷ്ടപ്പെടുന്ന കർഷകരാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോ നമുക്കെടുക്കാം മധുരയ്ക്കടുത്ത് ഒട്ടൻചത്രം ഏഷ്യയിലെ ഏറ്റവും വലിയ വെജിറ്റബിൾ മാർക്കറ്റാണ്, ഗാന്ധി മാർക്കറ്റ് ആണെന്നാണ് പറയുക. ഒട്ടൻചത്രത്തിന് ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളിലും വലിയ തോതില് മലക്കറിയുടെ കൃഷിയുണ്ട്, വെജിറ്റബിൾസിന്റെ കൃഷിയുണ്ട്. ആ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലേക്കും മലക്കറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കർഷകൻ, മലയാളിയായ ഒരു കർഷകനുമായിട്ട് നമ്മുടെ ഇടുക്കിയിലുള്ള അല്ലെങ്കിൽ വണ്ടർമേട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള മലയോര പ്രദേശങ്ങളിലാണ് കൃഷി നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അരി അടക്കമുള്ള കൃഷികൾ കുറഞ്ഞു വരികയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഹിൽ ഏരിയാസില്, ഹൈ റേഞ്ചില് നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള ഒരാള്, ഇപ്പോ തമിഴ്നാട്ടില് താമസിക്കുന്ന ഒട്ടൻചത്രത്തുള്ള ഒരു കർഷകൻ ഒരു 3 മാസം കൃഷിയുടെ പീരീഡ് കൊണ്ട് എടുക്കുന്ന ഒരു വിളവ് തക്കാളി അവർ ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ രാവിലെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 3 മണിക്കൊക്കെ കൃഷിയിടത്തിൽ പോയിട്ട് പെട്ടികളിൽ തക്കാളി നിറച്ചിട്ട് ഒരു പേരെഴുതി ഒരു തുണ്ടുപുട വെച്ചിട്ട് അതിനെ റോഡ് സൈഡില് അവരുടെ പൊതുവഴിയുടെ സൈഡില് എടുത്തു വെച്ചിട്ട് അവർ വീട്ടിൽ പോകും. ഒരു വണ്ടിയുണ്ട്, ഏജന്റിന്റെ വണ്ടി വരും, ഇതെല്ലാം കളക്ട് ചെയ്ത് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും, സോർട്ട് ചെയ്ത് ഒരു 30% 20% അവർ ചെറുതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് അവർ 1 രൂപ 2 രൂപ നിരക്കില് അവർ പർച്ചേസ് ചെയ്യും. ആ സാധനമാണ് നമ്മുടെ നാട്ടിൽ വരുമ്പോഴും 30 രൂപ 40 രൂപ വില വരുന്നത്. പല സീസണിലും പല വിലയാണ്, 10 രൂപ മുതൽ അങ്ങോട്ട് വിലയുണ്ട്. 1 രൂപ 2 രൂപയാണ് ആ കർഷകന് ഒരു 3 മാസത്തെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്നത്. അതേ അവസരത്തില് നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ഹൈ റേഞ്ചില് കൃഷി ചെയ്യുന്ന കർഷകന് എന്താണ് കിട്ടുന്നത്? കർഷകന്റെ എത്രയാണ്? ഒരു കിലോ ഏലക്ക വിൽക്കുമ്പോ എനിക്ക് തോന്നുന്നത് 2500 രൂപ 3500 രൂപ വരെ ഒരു കർഷകന് കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ കൃഷിയില്ല എന്ന് പറയുകയും കേരളത്തില് കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അവരോട് പലപ്പോഴായി ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് അനുയോജ്യമായ ഒരു ആൻസർ അവരുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. കൃഷിയിലാണ് നമ്മുടെ ഏറ്റവും വലിയ കയറ്റുമതി പൊട്ടൻഷ്യൽ, എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ. എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കൃഷിയിലൂടെ, കാർഷിക വ്യവസായത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വസ്തുക്കളുടെ വിലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ചിലവുകളെക്കുറിച്ചും ഇവിടുത്തെ കേരളത്തിലെ കൂലിയെക്കുറിച്ചും മറ്റ് കയറ്റിറക്ക് കൂലികളെക്കുറിച്ചും എല്ലാം സംസാരിക്കേണ്ടി വരും. അതൊരു വലിയ വിഷയമാണ്. എന്നാലും
നമ്മുടെ രാജ്യത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തു നിന്നും കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ സ്പൈസ് റൂട്ട് ഉണ്ടായതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഏലം, ഇഞ്ചി, ചുക്ക്, മഞ്ഞള്, ജാതിക്ക, അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് സാധനങ്ങൾ കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോ ഗ്രാമ്പു ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിൽ നിന്നും കൊക്കോ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇതെല്ലാം വലിയൊരു വിദേശ മാർക്കറ്റ് ഉള്ള സാധനങ്ങളാണ്. ഇത് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഒരു കയറ്റുമതിക്കാരൻ ആദ്യമായി തന്നെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ നിന്നും ഹൈ ക്വാളിറ്റി മഞ്ഞളോ ഹൈ ക്വാളിറ്റി ഇഞ്ചിയോ അല്ലെങ്കിൽ ചുക്കോ അങ്ങനെയുള്ള സാധനങ്ങളിൽ കണ്ണുവച്ചാൽ തുടങ്ങാൻ കഴിയുന്ന ഒരു എളുപ്പത്തിൽ ഓർഡറുകൾ കിട്ടാൻ കഴിയുന്ന സാധനങ്ങളാണ് ഇവ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇതിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന വിഭവമാണ് കശുവണ്ടി, കാഷ്യൂനട്ട്. കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ വലിയ വലിയ കയറ്റുമതിക്കാർ കാലങ്ങളായി വലിയ തോതിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കശുവണ്ടി. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കേരളത്തില് കൊല്ലം ജില്ല മുതൽ തിരുവനന്തപുരം ജില്ലയിലേക്കും തമിഴ്നാട്ടിലേക്കും നീളുന്ന തരത്തിൽ കശുവണ്ടി പ്രോസസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ഇന്നും നിലനിൽക്കുന്നുണ്ട്, എങ്കിലും തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം കൊല്ലം ജില്ലയിലും മറ്റും അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബോർഡർ ഭാഗങ്ങളിലും മറ്റും കശുവണ്ടിയുടെ ഉൽപാദനം അല്ലെങ്കിൽ ഈ മരങ്ങൾ, കശു മാവുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ലാഭകരമായിട്ടല്ല, അല്ലെങ്കിൽ കൂടുതൽ വീടുകൾ വന്നതുകൊണ്ടായിരിക്കാം, ഗ്രാമങ്ങളിൽ പുതിയ പുതിയ വീടുകൾ വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്ര ലാഭകരമായില്ല, വളരെ സീസണൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടായിരിക്കാം. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ കുറവ് കശുവണ്ടി ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുകൊണ്ട് തന്നെ ആ വ്യവസായം കുറച്ച് ഡള്ളായിട്ടുണ്ട്. ഇന്ന് ഗോവയിൽ നിന്നും മറ്റും, കമ്പാരിറ്റീവ്ലി ഗോവയിൽ നിന്നും വരുന്ന കശുവണ്ടിയുടെ സൈസ് കുറച്ചുകൂടി ചെറുതാണ്. എന്നാൽ കേരളത്തിലെ കയറ്റുമതിക്കാർ ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും വളരുന്ന കശുവണ്ടി അവിടെ നിന്നും തോട്ടണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട്, മുഴുവൻ അണ്ടി കൊണ്ടുവന്നിട്ട് ഇതിവിടെ പ്രോസസ് ചെയ്ത് റീപാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ് നടത്തുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് നിന്നും ബീറ്റ ഗ്രൂപ്പ്. അവര് ഇറ്റലിക്കടുത്ത് മിലാനിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. അങ്ങനെയുള്ള ഒരുപാട് സംരംഭകരുണ്ട്. കശുവണ്ടി ഒരു പ്രധാന പ്രോഡക്റ്റ് ആണ്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് കശുവണ്ടി പ്രോസസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മുഴുവൻ അണ്ടി ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോസസ് നടക്കുന്നുണ്ട്. കശുവണ്ടി ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്സാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പുതിയ സംരംഭകന് സാധിക്കും. ജനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ രാജ്യങ്ങളിലും ജീവിക്കുന്നതായി നമുക്കറിയാം. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാന ഉൽപ്പന്നത്തെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പ്രധാനമായും പാലക്കാടൻ മട്ട എന്ന് മറ്റും പറയുന്ന ചമ്പാവരി. ലോകത്ത് ചമ്പാവരി കഴിക്കുന്ന വളരെ വിരളം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ, സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ പാലക്കാടൻ മട്ട പോലെയുള്ള ചമ്പാവരി മലയാളിക്ക് എന്നും പ്രിയമുള്ളതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളിയും ചമ്പാവരിയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചമ്പാവരി നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. അത് ഒരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ഉൽപ്പന്നമാണ്. ചമ്പാവരിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇന്ന് ചമ്പാവരി പ്രോസസ് ചെയ്യുന്ന കേരളത്തിനകത്ത് നിന്നുള്ള പാലക്കാടൻ മട്ട പോലെയുള്ള ചമ്പാവരികൾ എല്ലാം തന്നെ പ്രോസസ് ചെയ്തത് കൂടുതലും കാലടി പ്രദേശത്താണ്. നമ്മുടെ എറണാകുളത്തിനടുത്ത് കാലടി പ്രദേശത്താണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ കാലങ്ങൾക്ക് മുമ്പേ, ഒരു 25-30 വർഷത്തിന് മുമ്പ് തന്നെ ഈ റൈസ് മെർച്ചന്റ്സിന്റെ അല്ലെങ്കിൽ റൈസ് മാനുഫാക്ചറേഴ്സിന്റെ ക്ലസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് MSME സ്കീമില് ക്ലസ്റ്റർ ഉണ്ടാക്കി ആദ്യമായി ക്ലസ്റ്ററിന് വലിയൊരു ലാബ്, അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിൽ നിന്നും ഗ്രാൻഡായി ലഭിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ക്ലസ്റ്റർ ലാബ് സൃഷ്ടിച്ചത് കാലടിയിലെ റൈസ് മെർച്ചന്റ്സ് ആണ്. മലയാളികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നതിന് വലിയ വിരുദ്ധമുണ്ട്. ഇന്ന്
തമിഴ്നാട്ടിൽ നിന്നും മധുര അടക്കം പല സ്ഥലങ്ങളിൽ നിന്നും കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഈ പാലക്കാടൻ മട്ട പോലെയുള്ള ചമ്പാവരി അവിടെ നിന്ന് വരുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ക്വാളിറ്റിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. വേവൊക്കെ ഭയങ്കര പ്രയാസമാണ് വേകാനൊക്കെ. എങ്കിലും നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ജീവിക്കുന്ന മലയാളികൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചമ്പാവരി നമുക്ക് ഒരു നല്ല പ്രോഡക്റ്റ് ആയിട്ട്, നല്ലൊരു ഉൽപ്പന്നമായിട്ട് കരുതാൻ പറ്റും. ചമ്പാവരിയുടെ എക്സ്പോർട്ട് തുടങ്ങാൻ ഒരു സംരംഭകന് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ചമ്പാവരി എന്ന് പറയുന്നതിൽ സംശയമില്ല. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി വ്യവസായത്തെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായി പറയാതെ കടന്നുപോകാൻ കഴിയാത്ത ഒരു ഉൽപ്പന്നമാണ് കയർ ഉൽപ്പന്നങ്ങൾ. കയറ്, ചവിട്ടുമെത്ത, അങ്ങനെയുള്ള ഫ്ലോർ മാറ്റ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ. വളരെ കാലമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ, കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആലപ്പുഴ ഭാഗം, മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് നിന്നും കയർ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വലിയ തരത്തില് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള വിഷയം. കയർ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഉള്ള കാലങ്ങളിൽ കയറിൽ നിന്നും മാറി ഈ ഫ്ലോർ മാറ്റ് പോലെയുള്ള സംവിധാനങ്ങളെല്ലാം റബ്ബർ, പ്ലാസ്റ്റിക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൈയടക്കുന്ന ഒരു കാലം വന്നപ്പോഴാണ് കയർ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് കുറയുകയും കയർ ഉൽപ്പന്നങ്ങൾ ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെ തുച്ഛം ആയി നടക്കുന്ന ഒരു ഉൽപ്പന്നം, ഒരു സെക്ടറായി മാറിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയും. അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണ് പ്രധാനം. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള കയർ മെത്തകൾ ഇപ്പം 40-50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കയർ മെത്തകൾ തന്നെയാണ്, ഈ ഫ്ലോർ മാറ്റ്സ് തന്നെയാണ് ഇപ്പോഴും നിർമ്മിക്കപ്പെടുന്നത്. വലിയ മാർക്കറ്റിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. പുതിയ പ്രോഡക്റ്റുകൾ വരുന്നില്ല, പുതിയ രീതികൾ വരുന്നില്ല, ഡിസൈനുകൾ വരുന്നില്ല. ഏറ്റവും പ്രധാനം ഇതില് നമ്മൾ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പോർട്ട് മാർക്കറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും വെബ്സൈറ്റിന്റെ ഡിസൈനിൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഇതിന്റെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ആണ്. കയറ് ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഒരു ചവിട്ടുമെത്ത ഞാൻ വളരെ അട്രാക്റ്റീവായിട്ട്, ആകർഷകമായി തോന്നുന്ന ഒരു ചവിട്ടുമെത്ത വാങ്ങിച്ച് വീട്ടിലിട്ടു. ഞാൻ ഒരു വർഷം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലുള്ളത് ഒരു പുല്ല് പോലെ ഇരിക്കുന്നതൊക്കെ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടു കാണാം. അത് വാങ്ങിച്ച് വീട്ടിലിട്ടു. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഞാൻ ഉപയോഗിച്ചു. അത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങി, കുറച്ചായിട്ട് ഇളകി വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അത് മാറ്റി പുതിയത് വാങ്ങി. ഈ ചവിട്ടുമെത്ത ഞാൻ എടുത്ത് കളഞ്ഞു ഒരു ഡസ്റ്റ്ബിന്നിൽ ഇട്ടു, അല്ലെങ്കിൽ ഒരു കായലിന്റെ കരയിലോ നദിയുടെ കരയിലോ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതുക. ഞാന് അടുത്ത ഒരു 20 വർഷമോ 30 വർഷമോ കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും. ഞാനിത് ഉപയോഗിച്ച്, ഞാൻ ഒരു പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഒരാഴ്ചയിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ പോലും ഞാൻ ഉദ്ദേശിക്കുന്നത് 1 കിലോ എങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ 30 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോയാലും മണ്ണിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പ്രോഡക്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾ, 5000 വർഷം വരെ എന്നാണ് പറയുന്നത്, ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ നിലനിൽക്കും. അത് നശിക്കുന്നില്ല. അതേസമയം ഒരു കയർ ഉൽപ്പന്നമാണെങ്കിൽ അത് മാസങ്ങൾ കൊണ്ട് തന്നെ അത് പൂർണ്ണമായും നശിച്ചു തീരും. ചെതിൽ പോലെയുള്ള സംഭവങ്ങളെല്ലാം നശിക്കും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടാൽ. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കുക, പുതിയ ഐഡിയകൾ ഉണ്ടാക്കുക, അതിന്റെ സാമ്പിളുകൾ ഉൽപ്പാദിപ്പിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതിന്റെ വീതി, നീളം, കണക്ക് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് പ്രസന്റ് ചെയ്യുക, ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യുക. ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെയാണ്. കാർബൺ ഫുട് പ്രിന്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതെന്നുള്ളത് അവരെ, യൂറോപ്യൻസിനെ, അമേരിക്കൻസിനെ മനസ്സിലാക്കുക. ചെറിയ തോതിൽ പോലും ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹ്യൂജ് ഓർഡറാണ്. യൂറോപ്പിലും മറ്റും കിട്ടാൻ പോകുന്നത് ഹ്യൂജ് ഓർഡറാണ്. അതിനുള്ള ശ്രമം തുടങ്ങിയാൽ സംരംഭകന് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് കയർ ഉൽപ്പന്നം എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. നാം ചമ്പാവരിയുടെ കാര്യം പറഞ്ഞു. ചമ്പാവരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ട മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ തേങ്ങ. ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് തേങ്ങ ഉണ്ടാകുന്നത്. കോസ്റ്റൽ ഏരിയാസിൽ മാത്രമാണ് തേങ്ങ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന തേങ്ങ, ഞാൻ
ഇത് പറയാനും പ്രധാനമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഞാൻ വിയറ്റ്നാമിലെ തേങ്ങയും മോൾഡീവ്സിലെ തേങ്ങയും ശ്രീലങ്കയിലെ തേങ്ങയുമായിട്ടെല്ലാം നമ്മുടെ സംസ്ഥാനത്തുള്ള തേങ്ങയെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് വില കുറവാണ്, പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന തേങ്ങ വില കുറവാണ്. പക്ഷേ ആ തേങ്ങയുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള തേങ്ങ അതിന്റെ കാതൽ വലിയ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ തേങ്ങയ്ക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അത് ഓയിലിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നേരത്തെ ചമ്പാവരിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തു നിന്നുമുള്ള ജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുകയും അവർക്ക് ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ വേണം എന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള അതിന്റെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് അത് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് തേങ്ങ നല്ലൊരു ഉൽപ്പന്നമായിട്ട് പല രീതിയിലും, സ്ലൈസ്ഡ് തേങ്ങ അല്ലെങ്കിൽ തിരികിയ ഡ്രൈഡ് കോക്കനട്ട്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിൽ, തായ്ലാന്റിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമെല്ലാം വരുന്നത് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല. അതൊരു വലിയ പൊട്ടൻഷ്യൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഡ്രൈഡ് കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ടിന്റെ പൗഡർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ ഇതിനുണ്ട്. അത് നമുക്ക് വലിയൊരു മാർക്കറ്റ് കൊണ്ടുതരും. നമുക്ക് നന്നായിട്ട് ആ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഏതൊരു സംരംഭകനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് തേങ്ങ, കോക്കനട്ട് എന്ന് പറയേണ്ടി വരും. തേങ്ങയോടൊപ്പം തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന തേങ്ങയുടെ പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വെളിച്ചെണ്ണ. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, നോർമൽ കോക്കനട്ട് ഓയിൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വടക്കേ ഇന്ത്യയിൽ പോലും വലിയൊരു മാർക്കറ്റ് ഉള്ള പ്രോഡക്ട്സ് ആണ്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ്. അവിടെ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓയിൽ പാക്ക് ചെയ്തിട്ട് നല്ല ഒരു ബയറിനെ കണ്ടെത്തി ഇത് വലിയ തോതിൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. അതൊരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ നമുക്ക് കയറ്റുമതി മാർക്കറ്റിലേക്ക്, അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നമ്മുടെ മലയാളികൾ അവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരുപാട് മലക്കറികളുണ്ട്. പ്രത്യേകിച്ച് മുരിങ്ങയില മുതൽ തുടങ്ങി പല മലക്കറിയും, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഈ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ആവശ്യമുള്ളതാണ്. എന്റെ അറിവിൽ ഞാൻ പലപ്പോഴായിട്ട് പല വിദേശത്ത് താമസിക്കുന്ന മലയാളികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും കറിവേപ്പില ലഭ്യമല്ല. കറിവേപ്പില അവിടെ ഒരു ചെറിയ ഒരു 100 ഗ്രാം വരുന്ന ഒരു കറിവേപ്പിലയുടെ പാക്കറ്റ് അവിടെ കിട്ടുന്ന വില 10-15 യൂറോയാണ്. അവരിത് വാങ്ങിച്ചു കൊണ്ടുപോയി ഫ്രീസറിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വച്ച് ഉപയോഗിക്കും. നമ്മുടെ നാട്ടിൽ കറിവേപ്പില പോലെ എന്ന് പറയാറുണ്ട്, എടുത്തു കളയുന്ന ഒരു സാധനം. നമ്മളത് ശ്രദ്ധിക്കാറില്ല. കറിവേപ്പില വിലയില്ലാത്ത സാധനമാണ്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ മലക്കറി കടകളിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് കറിവേപ്പില. ഇന്ന് അതിന് ഡിമാൻഡ് ഉണ്ട്, സിറ്റികളിലൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ട്. എങ്കിൽ പോലും കറിവേപ്പില പോലെ എന്നല്ല, കറിവേപ്പില പോലും നമുക്ക് വലിയ ഒരു കയറ്റുമതി മാർക്കറ്റ് നേടിത്തരാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതുപോലെ പലതും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില മാത്രമല്ല, ഇപ്പോ വാഴക്കൂമ്പ് തന്നെ ഗൾഫിലെ മാർക്കറ്റിലൊക്കെ വലിയ ഡിമാൻഡാണ്, യൂറോപ്പിലെ മാർക്കറ്റിലും വലിയ ഡിമാൻഡാണ്. ഇങ്ങനത്തെ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. പച്ചക്കറികൾ കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും കയറ്റി അയക്കാൻ കഴിയുന്ന മറ്റ് പഴങ്ങളുണ്ട്, ഫ്രൂട്ട് പ്രോഡക്ട്സ് ഉണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് തന്നെ. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, കേരളത്തിൽ നിന്ന് ഏത് പഴങ്ങളാണ് കയറ്റുമതി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന പഴങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. നമുക്ക് പല പഴങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ പാലക്കാട് വലിയ തോതിൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, വൻതോതിൽ വരുന്നില്ലായിരിക്കാം. പക്ഷേ അവിടെ ഈ മാമ്പഴ കാടുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാങ്ങ മുഴുവനായി തന്നെ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതിന് നമുക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമായി വരും, അതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ്. ഇതുകൂടാതെ അപ്പോ ഈ നേരത്തെ ചോദിച്ച ചോദ്യം, കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴം എന്താണ്? ഈ ശ്രോതാക്കളിൽ പലർക്കും അത് അറിയില്ലായിരിക്കും. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റി അയക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പഴം എന്ന് പറയുന്നത് പൈനാപ്പിൾ ആണ്. ക്യൂൻ പൈനാപ്പിൾ. ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 2 തരം പൈനാപ്പിളുകളുണ്ട്. അതിന് ശാസ്ത്രീയ നാമമുണ്ട്.
എങ്കിലും അത് ജനറലി അറിയപ്പെടുന്നത് കിങ് പൈനാപ്പിൾ ആൻഡ് ക്യൂൻ പൈനാപ്പിൾ എന്നാണ്. കിങ് പൈനാപ്പിൾ കൂടുതലായിട്ടും വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് ഉണ്ടാകുന്നത്, ആസാം റീജിയനിലാണ് ഉണ്ടാകുന്നത്. അതും മലമ്പ്രദേശമാണ്, കേരളം പോലെ തന്നെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ അത് ഉണ്ടാകുന്നത്. ആ പൈനാപ്പിള്, ആ കിങ് പൈനാപ്പിള് സൈസിൽ ക്യൂൻ പൈനാപ്പിളിനെക്കാട്ടിലും വളരെ ചെറുതാണ്. ഏകദേശം ഒരു പകുതി സൈസ് അല്ലെങ്കിൽ മുക്കാൽ സൈസ് എന്ന് പറയാം, പകുതി സൈസ് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള പൈനാപ്പിൾ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിങ് പൈനാപ്പിളിന് കേരളത്തിലെ പൈനാപ്പിളിനെക്കാട്ടിലും നല്ല മണവും രുചിയും കൂടുതലാണ്. കേരളത്തിൽ കുറവാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കേരളത്തിനേക്കാൾ കൂടുതലാണത്. എന്നാൽ കേരളത്തിൽ നിന്നും വരുന്ന പൈനാപ്പിൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ സൈസുള്ള പൈനാപ്പിളാണ്. നമ്മുടെ തൊടുപുഴ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാഴക്കുളം ചന്ത, വാഴക്കുളം മാർക്കറ്റ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വലിയ വലിയ ഹോൾസെയിലേഴ്സ് ഉണ്ട്, അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ വിദേശങ്ങളിലേക്ക് അയക്കുന്നത് ഈ പൈനാപ്പിളിൽ പല പല സൈസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് കരിമ്പച്ച എന്ന് പറയും മലയാളിയിൽ. ഈ കരിമ്പച്ചയാണ് പുറത്തേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ ദൂരഭാഗങ്ങളിലേക്ക്, കാശ്മീരിലേക്ക്, ഡൽഹിയിലേക്കൊക്കെ അയക്കുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് പഴുക്കും. അങ്ങനത്തെയാണ് അതിന്റെ വ്യവസ്ഥ. കരിമ്പച്ചയായിരിക്കുമ്പോൾ തന്നെ പറിക്കുക. ഈ പൈനാപ്പിള് ഇന്ന് ഈ വാഴക്കുളം ഭാഗത്തു നിന്നും, തൊടുപുഴ ഭാഗത്തു നിന്നും, മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ആന്ധ്രയിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പല സ്ഥലങ്ങളിലും ഏജന്റുമാര് വന്ന് കയറ്റി അയക്കുന്നത് ഇത് പൈനാപ്പിൾ റിങ്സ് ഉണ്ടാക്കി ഈ നമ്മുടെ ഷുഗർ സിറപ്പിന്റെ അകത്തിട്ടിട്ട് അത് പാക്ക് ചെയ്ത് അവിടത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. വിദേശ രാജ്യങ്ങളിൽ കൂടുതലും പൈനാപ്പിൾ റിങ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്, സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാനും പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പൈനാപ്പിളുകൾ ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്നും കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കയറ്റി അയക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് മലയാളികളായ സംരംഭകർക്ക് ഈ പൈനാപ്പിൾ ഇവിടെ നിന്ന് കയറ്റി അയക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ അതിനെ പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല? വാഴക്കുളത്തിനടുത്ത്, തൊടുപുഴയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു, ഗവൺമെന്റിന്റെ ഒരു സംരംഭം വന്നു. ഈ ജിവ്വെന്നാണ് എന്റെ ഓർമ്മ. ഏതോ ഒരു പൈനാപ്പിൾ ജ്യൂസും മറ്റും ഇറക്കുന്ന, മറ്റു പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്ന. പക്ഷെ അത് ഗവൺമെന്റ് ലെവലിലായതുകൊണ്ട് ഗവൺമെന്റിന്റെ ബിസിനസ് സ്കില്ലിനെ കുറിച്ച് നമുക്കെല്ലാം സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സക്സസ്ഫുൾ പ്രോജക്റ്റായി മാറിയില്ല. പക്ഷേ നമുക്ക് പൈനാപ്പിൾ പ്രോസസ്സ് ചെയ്തും അല്ലാതെയും വലിയ തോതിൽ കണ്ടെയ്നറുകളിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. വലിയ ഒരു മാർക്കറ്റ് നമ്മളെ കാത്തിരിക്കുന്നു. അവരുടെ കൃഷിക്കാർക്ക് ഒരു സപ്പോർട്ടുമാവും. കാരണം ഇപ്പോ 1 കിലോ പൈനാപ്പിളിന് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 18 രൂപ 20 രൂപയാണ്. ഈ പൈനാപ്പിള് നമ്മൾ ഡൽഹി മാർക്കറ്റിലോ ബോംബെ മാർക്കറ്റിലോ വരുമ്പോൾ തന്നെ 1 കിലോ പൈനാപ്പിളിന് 100-120 രൂപ തന്നെ വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഡിമാൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെരിഷബിൾ പ്രോഡക്റ്റ് ആണ്, ഈ റീഫർ കണ്ടെയ്നറിലാണ് പോകുന്നത്. എങ്കിൽ പോലും ഇതിന്റെ വലിയൊരു പൊട്ടൻഷ്യൽ, ഇത് ടിന്നുകളിലാക്കി മാറ്റാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടായാൽ കയറ്റുമതിയെ സഹായിക്കുന്ന വലിയ ഒരു ഉൽപ്പന്നമാണ്, നല്ല ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയേണ്ടി വരും. പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന പഴമാണ് ഏത്തപ്പഴം. ലോകത്ത് അന്വേഷിച്ചാൽ ബ്രസീൽ പോലെയുള്ള ചില ഭാഗങ്ങളിൽ ഒഴിച്ച് ഏത്തപ്പഴം ഒരു സ്ഥലത്തും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ വലിയ പൊട്ടാഷ്യം കണ്ടന്റ് അടക്കം പല കാര്യങ്ങളിലും ഒരു ദിവസം ഒരാൾ ഒരു ഏത്തപ്പഴം കഴിച്ചാൽ മതി, അന്നത്തെ ആവശ്യമായിട്ടുള്ള പോഷണം മുഴുവൻ കിട്ടും എന്നാണ് കണക്കുകൾ, എന്നാണ് കണ്ടുപിടുത്ത സയൻസ് പറയുന്നത്. ഏത്തപ്പഴം പല വിധത്തിലും പല തരത്തിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പച്ചയായിട്ട് ഏത്തപ്പഴം തിരുവനന്തപുരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അത് വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലേക്കാണ്. മലയാളികൾ തന്നെ യൂസ് ചെയ്തായിരിക്കാനാണ് സാധ്യത. ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഏത്തപ്പഴത്തിൽ നിന്നും ചിപ്സ് ഉണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ കഴിയും. മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, വിർജിൻ കോക്കനട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഇതിന് വലിയ ഒരു മാർക്കറ്റ്, വിപണി കണ്ടെത്താൻ കഴിയും. ഇതുകൂടാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഏത്തക്ക പൊടി, ബനാന പൗഡർ.
ഏത്തക്ക പൊടിക്കും വലിയൊരു വിദേശ വിപണി ഉണ്ട്. അത് ഉൽപ്പാദിപ്പിക്കാനും എളുപ്പമാണ്. നമ്മുടെ സ്ഥലത്ത് അവൈലബിൾ ആണ് സാധനം. അത് മാത്രമല്ല, ലോക വിപണിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന പല രാജ്യങ്ങളും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് കോമ്പറ്റീഷൻ ആയിട്ട് ഹൈ ക്വാളിറ്റി, ഹൈ കണ്ടന്റ് ഉള്ള ഏത്തക്ക പൊടി നമ്മുടെ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ ഏത്തക്കയുമായി ബന്ധപ്പെട്ട് ശർക്കര വരട്ടിയത് മുതൽ തുടങ്ങി പല ഏത്തക്ക പ്രോഡക്റ്റുകളും നമുക്ക് വിദേശത്തേക്ക് അയക്കാൻ കഴിയുന്നതാണ്, സാധ്യതയുള്ളതാണ് എന്നതാണ് സത്യം. അത് ഒരു ഈ പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശ്രമിക്കാൻ കഴിയുന്ന, ഒരു സംരംഭകന് ശ്രമം നടത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണെന്ന് എടുത്തു പറയേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു പഴമാണ് ചക്ക. നമ്മുടെ രാജ്യത്ത് സീസൺ ആകുമ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്, ഇല്ലാത്തപ്പോ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, എരുമേലി ഭാഗത്ത്, ശബരിമലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് എരുമേലി. ആ ഭാഗത്ത് നിന്നും ടോറസുകളിൽ വലിയ ലോറികളെയാണ് ടോറസ് എന്ന് പറയുന്നത്. 12 വീലൊക്കെ ഉള്ള ലോറികളെയാണ് ടോറസ് എന്ന് പറയുന്നത്. ടോറസുകളിൽ 20, 25, 30 ടണ്ണ് ചക്ക നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ പോകുന്നുണ്ട്. വലിയ പൊട്ടൻഷ്യലാണ്, ഹ്യൂജ് പൊട്ടൻഷ്യൽ. അതിൽ ചക്ക പഴമായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞ പോലെ പഞ്ചസാര ലായനിയിൽ ചക്ക നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും, കയറ്റുമതി ചെയ്യാൻ കഴിയും. കൂടാതെ ഡയറ്റിന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഉൽപ്പന്നമായിട്ട് ചക്കപ്പൊടി മാറിയിട്ടുണ്ട്. ലോ ഗ്ലൈസമിക് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചക്കപ്പൊടി. ഡയബറ്റിക് ആൾക്കാർക്കും മറ്റും കഴിക്കാൻ കഴിയുന്ന, ഷുഗർ ഷൂട്ട് ചെയ്യാതെ കഴിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ചക്കപ്പൊടി. ചക്കപ്പൊടി ദൈനംദിന ആഹാരത്തിന്റെ ഭാഗമായി മാറുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അതിനോടൊപ്പം തന്നെ ചക്കപ്പൊടി പോലെ തന്നെ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ചക്കപ്പൊടിയായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ ചക്കപ്പൊടി മാത്രം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വീട്ടമ്മമാർ ചിന്തിക്കും, അല്ലെങ്കിൽ ബനാന പൗഡർ, നമ്മുടെ ഏത്തക്കയുടെ പൊടി, അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ നമ്മൾ എവിടെയാണ് ഇന്നോവേഷൻ കൊണ്ടുവരേണ്ടത്, നമ്മൾ ഏത് സെക്ടറിലാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ സംരംഭകർ ആലോചിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു സെക്ടറിലോട്ട് എൻ്റർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, മലയാളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദോശ, ഇഡ്ഡലി എന്നൊക്കെ ജനങ്ങൾ പറയുമെങ്കിലും മലയാളി പൊതുവെ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന പുട്ടാണ് നമ്മുടെ ദേശീയ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ പുട്ടിന്റെ പൊടി പല രൂപങ്ങളിൽ, പുട്ടിന്റെ പൊടി, അല്ലെങ്കിൽ എന്താ പറയുന്ന ആപ്പത്തിന്റെ പൊടി, ഇങ്ങനെയുള്ള ദോശയുടെ പൊടി, ഇഡലിയുടെ പൊടി പോലും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് ഏത്തക്ക പൊടിയും അല്ലെങ്കിൽ നമ്മുടെ ചക്കപ്പൊടിയും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ, അരിപ്പൊടിയോടൊപ്പം ചക്കപ്പൊടി അല്ലെങ്കിൽ ഏത്തക്കപ്പൊടി ആഡ് ചെയ്ത് മനോഹരമായിട്ടുള്ള അട്രാക്ട് ചെയ്യുന്ന പാക്കറ്റുകളിൽ മാർക്കറ്റിൽ, വിദേശ മാർക്കറ്റുകളിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ പുട്ടുണ്ടാക്കുന്നവരെ നമുക്ക് ഫോക്കസ് ചെയ്യാം, മറ്റ് അരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കയറി പറ്റുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു മേഖലയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ വലിയ ഒരു മാർക്കറ്റ്, നമ്മൾ ചെറുതായിട്ടുള്ള ഏത്തക്കപ്പൊടിയുടെ മാർക്കറ്റിൽ നിന്നും ചക്കപ്പൊടിയുടെ ഒരു മരുന്നെന്ന നിലയിൽ ഉപയോഗിക്കുന്ന ചക്കപ്പൊടിയുടെ മാർക്കറ്റിൽ നിന്നും നമുക്ക് കടന്നു കയറി നമുക്ക് ഒരു വലിയ പൊട്ടൻഷ്യലിലേക്ക് ഇതിനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഏതോ സിനിമയിൽ നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന അഡ്വക്കേറ്റ് പറയുന്നത്, ഇതിനെ നാളത്തെ ഒളിമ്പിക്സ് താരമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കോടതിയിൽ. നിങ്ങൾ കേട്ട് കാണും. അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഈ ചക്കപ്പൊടി, ചക്ക ചുളയായാലും ചക്കയുടെ മറ്റു പ്രോഡക്റ്റുകളായാലും ചക്കപ്പൊടിയായാലും നമുക്ക് നന്നായിട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയേണ്ടി വരും. ഇതിനെല്ലാം ഒപ്പം തന്നെ കേരളത്തിലെ നാം ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പുകൾ, ഷാംപൂ, മറ്റു കാര്യങ്ങൾ, ആയുർവേദിക് ആയിട്ടുള്ള ഷാംപൂ, മറ്റു കാര്യങ്ങൾ, സോപ്പ്, മറ്റു കാര്യങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പങ്കജ കസ്തൂരി അടക്കം പല അതുപോലത്തെ സിമിലർ പ്രോഡക്ട്സ്, ആയുർവേദ ഉൽപ്പന്നങ്ങൾ മരുന്നുകളായൊക്കെ നമ്മൾ അയക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഇതൊരു സപ്ലിമെന്റ് ഫുഡായിട്ടാണ് അവർ കരുതുന്നത്, അവിടുത്തെ സർക്കാരുകൾ കരുതുന്നത്. അതിനനുസരിച്ചുള്ള പേപ്പർ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. ലൈസൻസിങ്ങും ബാക്കി കാര്യങ്ങളും ഫുഡിന്റെ വേറൊരു രൂപമാണ് ആയുർവേദിക് പ്രോഡക്ട്സ്. നമുക്ക് ഒരുപാട് ആയുർവേദിക് വിഭവങ്ങൾ ഇവിടെ കിട്ടാനുണ്ട് കേരളത്തിൽ. ആയുർവേദത്തിന് കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയാണ് ആയുർവേദത്തിന്റെ രാജാവെങ്കിൽ
ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമാണ് ആയുർവേദത്തിന്റെ രാജാവ്. കേരളത്തിലാണ് ആയുർവേദത്തിന്റെ വലിയ മഹർഷിമാരൊക്കെ ജീവിക്കുന്ന വലിയ ആൾക്കാര്, വലിയ വൈദ്യന്മാർ ഉള്ളത്. ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തു നിന്നും ആൾക്കാര് കേരളത്തിലാണ് തേടി വരുന്നത് ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയും ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയും. ഇത് ഒരു നല്ല ഒരു ഉൽപ്പന്നമാണ് ആയുർവേദിക് പ്രോഡക്ട്സ്. പിന്നെ അതിന് അനുബന്ധിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കള്, അതുപോലെയുള്ള ഇപ്പോൾ ഷുഗറിനും മറ്റുള്ള ആയുർവേദ മരുന്നുകള്, ഷാംപൂ അല്ലെങ്കിൽ ഹെയർ ക്രീം, ഹെയർ ഓയില്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് എന്നുകൂടി പറയേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ കേരളം റബ്ബറിന്റെ ഉൽപാദനത്തിൽ വലിയ തരത്തിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. കേരളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറും അതിന്റെ ലാറ്റക്സും എന്നതിനോടൊപ്പം തന്നെ ലാറ്റക്സ് ഒക്കെ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ റബ്ബർ എനിക്ക് വിദേശ മാർക്കറ്റിൽ എങ്ങനെയാണ് വിൽക്കാൻ കഴിയുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം പ്രൈസ് മലേഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രൈസ് വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും, മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടി വരും. പക്ഷെ അതിന്റെ ഉൽപ്പന്നങ്ങൾ, റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, റബ്ബർ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ ടയർ പോലെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷേ നമുക്ക് കയ്യുറകൾ, സർജിക്കൽ ഗ്ലൗസ് പോലെയുള്ള, അല്ലെങ്കിൽ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഗ്ലൗസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നാച്ചുറൽ റബ്ബറിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയുള്ള റബ്ബർ കൊണ്ടുള്ള എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് ഗൂഗിളിൽ നോക്കാം. അത് കണ്ടെത്തിക്കൊണ്ട് അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഇതിന് ഒരു വിദേശ വിപണി കണ്ടെത്താൻ കഴിയും. അതുകൂടാതെ നമുക്ക് മറ്റ് പ്രോഡക്ട്സുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗുകൾ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ബ്ലഡ് ബാഗുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റബ്ബർ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്ട്സ്, എന്ത് പ്രോഡക്ട്സും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മലയാളികൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സും വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയും. കാരണം അവിടെ എല്ലാം മലയാളികളുണ്ട് എന്നതാണ് സത്യം. ഇതുകൂടാതെ സംരംഭകന് അവരുടെ സ്വന്തം കഴിവനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അരിയോ മറ്റുൽപ്പന്നങ്ങളോ കാർഷിക ഉൽപ്പന്നങ്ങൾ, കാരണം ഞാൻ ഈ കാർഷികം എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ ഈ വിപണിയുടെ ഒരു മാപ്പ് എടുത്താൽ നമ്മൾ അറിയപ്പെടുന്നത് ഒരു കാർഷിക രാജ്യമായിട്ടാണ്, കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് കൂടുതലും കാർഷികമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ളതും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. മെഷീനറിയോ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫിനിഷിംഗ് ഒന്നും നമ്മുടെ രാജ്യത്തിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുറവുകളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സംരംഭകർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിൽ ഞാൻ ഈ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മലയാളികൾ ഇതിലെല്ലാം വളരെ വേണ്ടന്മാരാണ്. പല സ്ഥലത്തും പോയി പർച്ചേസ് ചെയ്യുക, വലിയ വലിയ ഡീലുകൾ സംസാരിക്കുക, അഗ്രിമെന്റ് സൈൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. മലയാളികൾ ഇതിൽ മിടുക്കന്മാരാണ്. മലയാളികൾ നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്നും ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ കോയമ്പത്തൂരിൽ നിന്നും വളരെ അടുത്താണ് തിരുപ്പൂർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടീഷർട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ടൗൺ ആണ് തിരുപ്പൂർ. ആദ്യമായിട്ട് ഞാൻ തിരുപ്പൂർ പോകുമ്പോൾ തിരുപ്പൂർ മണ്ണുള്ള റോഡുകളായിരുന്നു കൂടുതൽ, മണ്ണ് റോഡുകൾ. ഇന്ന് നമ്മൾ തിരുപ്പൂരിൽ പോയാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ കാറുകൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ബെന്റ്ലി അങ്ങനെയുള്ള വലിയ കാറുകൾ എല്ലാം ഏറ്റവും കൂടുതലുള്ളത് തിരുപ്പൂരിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടീഷർട്ട് മാനുഫാക്ചറിങ് ഹബ്ബായി തിരുപ്പൂർ മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ടൗല് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സേലം പോലെയുള്ള സ്ഥലം, അങ്ങനെ ഈറോഡ് പോലെയുള്ള സ്ഥലം, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുന്ന സേലം പോലെയുള്ള സ്ഥലം, ദിണ്ടുകൽ പോലെയുള്ള സ്ഥലങ്ങൾ, പല പ്രോഡക്റ്റുകളും തമിഴ്നാട്ടിലെ പല ടൗണുകളിലും നമുക്ക് വാങ്ങാനും കയറ്റി അയക്കാനും മറ്റു രാജ്യങ്ങൾ. ഇതിൽ നമുക്ക് ഉള്ള അഡ്വാൻറ്റേജുകളെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ്? മലയാളികളുടെ അഡ്വാൻറ്റേജിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പുറത്തുള്ള നമ്മുടെ മലയാളികൾ ഉള്ളപ്പോൾ തന്നെ ഓരോ വീട്ടിലും ബന്ധുക്കള് പല ആൾക്കാരും വിദേശത്തുണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാനുള്ള സാധ്യതയുണ്ട്. അവരെല്ലാം എക്സിക്യൂട്ടീവ് ജോബ്സിലുള്ളവരാണ്. അവർക്കൊക്കെ നമുക്കൊരു നല്ല കോണ്ടാക്ട് തരാൻ പറ്റും. അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു ഗ്യാരണ്ടിയിൽ, അവരുടെ ഒരു ബാക്കപ്പിൽ, അവരുടെ ഒരു ഇമേജ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ സംരംഭകർക്ക് പല രാജ്യങ്ങളിലും ഓർഡർ ബുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ബന്ധുക്കളൊന്നും നമ്മൾ സഹായിക്കുന്നവരല്ല എങ്കിൽ പോലും
നമുക്ക് അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മലയാളികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കയറ്റുമതി ചെയ്യാൻ കഴിയും. അതിലൂടെയും ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. ഇത്തരത്തിൽ ഇപ്പോ ഞാൻ ഈ ക്ലാസ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടായി കാണും. നമുക്കും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. കേരളത്തിൽ വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യാൻ കഴിയും. കേരളം ഒരു വലിയ ഒരു കയറ്റുമതി ഹബ്ബായിട്ട് മാറ്റാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ, ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ സീ പോർട്ട് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള സംരംഭകർക്ക്, കയറ്റുമതിക്കാർക്ക് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ, ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടി വരും, ബാക്കിയുള്ള ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ടാവേണ്ടി വരും. പക്ഷേ ഫ്യൂച്ചറിൽ ഇതിൽ നിന്നും വലിയ ഒരു നേട്ടം നമുക്ക് കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം വരുന്നു. പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ കഴിയും എന്നല്ല, വരും കാലങ്ങളിൽ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള, കയറ്റുമതി ചെയ്യാനുള്ള ഒരു കാലം വരും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും. കേരളം വളരും എന്നാണ് ഞാൻ ആശിക്കുന്നത്. താങ്ക് യു.